Shame on you. Shame on your cowardice. Shame. ഹായ് ഫ്രണ്ട്സ്, ഓരോ ദിവസവും പിന്നിടുമ്പോൾ മലയാള സിനിമാ ലൊക്കേഷനിലെ ഞെട്ടിക്കുന്ന ദുരനുഭവങ്ങളാണ് പുറത്തു വരുന്നത്. പ്രശസ്ത തെന്നിന്ത്യൻ നടിയായ രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഏഷ്യനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ലൊക്കേഷനിലെ ഞെട്ടിക്കുന്ന ദുരനുഭവം രാധിക തുറന്നു പറഞ്ഞത്. താൻ അഭിനയിക്കാൻ വന്ന ഒരു ചിത്രത്തിൽ ക്യാരവനിൽ വെച്ച് ഡ്രസ് ചേഞ്ച് ചെയ്യണമായിരുന്നു. എന്നാൽ തനിക്ക് അതിനു മുൻപ് തന്നെ ഒരു കാര്യം മനസ്സിലായെന്നും ക്യാരവനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നും സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ കണ്ടുവെന്നും ഭയന്നുപോയ താൻ ക്യാരവനിൽ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നും രാധിക വിശദീകരിച്ചു. ഇതോടെ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സത്യമാണെന്നുള്ളതിന് ആക്കം കൂട്ടുകയാണ്. എന്നാൽ രാധിക അതേത് സിനിമയാണെന്ന് വെളിപ്പെടുത്തിയിട്ടുമില്ല. ഈ കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം തുടങ്ങിയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. രാധിക അഭിനയിച്ച മലയാള ചിത്രങ്ങൾ വളരെ കുറവാണ്. രാധിക ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്നത് 1977 സ്വർണ്ണ മെഡൽ എന്ന സിനിമയിലാണ്. പിന്നീട് ഭാര്യയെ അന്വേഷിക്കാനുണ്ട്, ജസ്റ്റിസ് രാജ, കൂടും തേടി, അങ്ങനെ പോകുന്നു. 1993 IV ശശി സംവിധാനം ചെയ്ത അർത്തനയ്ക്ക് ശേഷം പിന്നീട് ഒരു നീണ്ട ഇടവേളയായിരുന്നു രാധിക മലയാള സിനിമയിൽ എടുത്തത്. പിന്നീട് 2017 ദിലീപിന്റെ അമ്മ വേഷത്തിൽ രാമലീലയിലാണ് അഭിനയിച്ചത്. ദി ഗാംബിയൻസ്, ഇട്ടിമാണി, പവി കെയർടേക്കർ എന്നിവയാണ് മറ്റു സിനിമകൾ. എന്തായാലും ഈ സിനിമകളിൽ ഒന്നിൽ വെച്ചാണ് ഈ സംഭവങ്ങൾ നടന്നതെന്ന് ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് കരുതാം. രാധിക പറഞ്ഞ വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. കൂടുതൽ സിനിമാ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.